ഷൈനി സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശമാണ് കേട്ടത്. മറ്റൊരു വാർത്തയിലേക്ക്. അട്ടപ്പാടിയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന അച്ഛനെ അടിച്ചു കൊലപ്പെടുത്തി. മക്കളായ രാജേഷ്, രഞ്ജിത്ത് എന്നിവർ ചേർന്ന് ഈശ്വരൻ എന്നയാളെയാണ് വടികൊണ്ടടിച്ചു കൊന്നത്. ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് അട്ടപ്പാടി പാക്കുളത്ത് വൈകിട്ടോടെയാണ് നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത്. പാക്കുളത്ത് താമസിക്കുന്ന ഈശ്വരനെ മക്കൾ ക്രൂരമായി അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. മാനസിക വെല്ലുവിളി നേരിടുന്ന ഈശ്വരൻ ചിലപ്പോൾ മനോനില വിട്ട് പെരുമാറാറുണ്ട്. ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ ബഹളം കേട്ട് അയൽവാസികൾ ഓടിയെത്തുമ്പോൾ രാജേഷ്, രഞ്ജിത്ത് എന്നിവർ ചേർന്ന് വടികൊണ്ട് അച്ഛനെ ക്രൂരമായി അടിക്കുന്നതാണ് കണ്ടത്. നാട്ടുകാർ എത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. മക്കൾ അച്ഛനെ വടികൊണ്ട് മർദ്ദിക്കുന്നത് പതിവായിരുന്നുവെന്ന് അയൽവാസികൾ പറയുന്നു. നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. സംഭവ സ്ഥലത്തെത്തിയ പോലീസ് ഇരുവരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കൊലപാതകത്തിന്റെ കാരണം സംബന്ധിച്ച് വിശദമായി അന്വേഷിക്കുമെന്ന് പോലീസ് പറഞ്ഞു. പ്രതികൾ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് വിവരം. ന്യൂസ് 18 പാലക്കാട്. KSRTC ബസ്സിൽ യാത്രക്കാരിയായ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ ബാങ്ക് ജീവനക്കാരൻ അറസ്റ്റിൽ. ഇന്നലെ പാലക്കാട് കല്ലടിക്കോടായിരുന്നു സംഭവം. കേസിൽ HDFC ബാങ്ക് ഉദ്യോഗസ്ഥനായ കോഴിക്കോട് സ്വദേശി മുഹമ്മദ് അഷ്റഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലാണ് യുവതിക്ക് ദുരനുഭവമുണ്ടായത്. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. ബസ്സിലെ സീറ്റിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്ന യുവതിയുടെ അടുത്ത് അഷറഫ് വന്നിരുന്നു. അനുവാദം ചോദിച്ച് അടുത്തിരുന്ന ശേഷമാണ് അഷറഫ് യുവതിയോട് അതിക്രമം കാട്ടിയത്. യുവതി ബഹളം വച്ചതോടെ ബസ് ജീവനക്കാരും യാത്രക്കാരും ചേർന്ന് പ്രതിയെ തടഞ്ഞു വയ്ക്കുകയും ബസ് കല്ലടിക്കോട് സ്റ്റേഷനിൽ നിർത്തുകയും ചെയ്തു. പിന്നീട് പ്രതിയെ പോലീസിന് കൈമാറി. ലൈംഗികാതിക്രമം നടത്തിയെന്ന യുവതിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് അഷറഫിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പരപ്പനങ്ങാടി HDFC ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ് പിടിയിലായ അഷറഫ്. ഇയാൾക്കെതിരെ സമാനമായ കേസുകൾ വേറെ ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 പാലക്കാട്. ഇടുക്കി കുമളിയിൽ പെൺകുട്ടിയെ ലോഡ്ജ് മുറിയിൽ എത്തിച്ച് കൂട്ടബലാത്സംഗത്തിനിരയാക്കി. തുടർന്ന് പെൺകുട്ടിയുടെ നഗ്നചിത്രം പകർത്തി ഭീഷണിപ്പെടുത്തിയ അയൽവാസി പോലീസിന്റെ പിടിയിലായി. വണ്ടിപ്പെരിയാർ സ്വദേശി പ്രജിത്താണ് അറസ്റ്റിലായത്. ഇയാളുടെ കൂട്ടാളി കാർത്തിക് ഒളിവിലാണ്. വണ്ടിപ്പെരിയാർ അരണക്കൽ സ്വദേശിയായ യുവതി കുമളിയിൽ പഠനം നടത്തി വരികയായിരുന്നു. യുവതിയുടെ അയൽവാസിയായ പ്രജിത്ത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലെത്തി യുവതിയുടെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ഇവരെ ബൈക്കിൽ കൊണ്ടുപോയി. വീട്ടിലേക്ക് വരുന്നതിന് പകരം യുവതിയെ റോസാപ്പൂ കണ്ടത്തിലെ ലോഡ്ജിലെത്തിച്ചു. ഈ സമയം മുറിയിൽ അരണക്കൽ സ്വദേശിയായ കാർത്തിക്കും ഉണ്ടായിരുന്നു. ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ എതിർത്ത പെൺകുട്ടിയെ അടിച്ച് പരിക്കേൽപ്പിച്ചു. തുടർന്ന് പ്രജിത്ത് പെൺകുട്ടിയെ ആദ്യം ശാരീരികമായി പീഡിപ്പിച്ചു. ഈ സമയം കൂട്ടാളിയായ കാർത്തിക് വീഡിയോ പകർത്തി. തുടർന്ന് ഇയാളും ശാരീരികമായി പീഡിപ്പിക്കുകയായിരുന്നു. സംഭവത്തെക്കുറിച്ച് പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് പെൺകുട്ടിയും മാതാപിതാക്കളും പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രജിത്തിനെ മധുരയിൽ നിന്നും പിടികൂടി. കേസിലെ മറ്റൊരു പ്രതി കാർത്തിക് കർണാടകത്തിലേക്ക് കടന്നു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇയാളെ പിടികൂടാൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ഏറെ ചർച്ചയായ വാളയാർ കേസിൽ പെൺകുട്ടികളുടെ അമ്മയെയും രണ്ടാനച്ഛനെയും പ്രതികളാക്കി CBI. ആകെയുള്ള 9 കേസുകളിൽ 6 എണ്ണത്തിലാണ് ഇവരെ പ്രതി ചേർത്തത്. വരുന്ന 25-ന് കോടതി കേസ് വീണ്ടും പരിഗണിക്കും. വാളയാർ കേസിൽ നിർണായക നീക്കങ്ങളിലേക്കാണ് CBI കടക്കുന്നത്. മരിച്ച പെൺകുട്ടികളുടെ അമ്മയെയും ഇളയ പെൺകുട്ടിയുടെ അച്ഛനും മൂത്ത കുട്ടിയുടെ രണ്ടാനച്ഛനെയും 3 കേസുകളിൽ കൂടി പ്രതി ചേർക്കാനാണ് CBIയുടെ നീക്കം. വരുന്ന 25-ന് കോടതി വീണ്ടും കേസ് പരിഗണിക്കും. ആകെയുള്ള 9 കേസുകളിൽ 6 എണ്ണത്തിൽ അമ്മയെയും അച്ഛനെയും പ്രതി ചേർത്തതായി കോടതിയെ CBI അറിയിച്ചു. വാളയാറിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതിൽ അമ്മയ്ക്കും പങ്കുണ്ടെന്ന് CBI നേരത്തെ കണ്ടെത്തിയിരുന്നു. മക്കളുടെ മുന്നിൽ വെച്ച് 1-ാം പ്രതി അമ്മയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നും
ഇളയ കുട്ടിയെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് അമ്മയുടെ അറിവോടെയാണെന്നും കൊച്ചി CBI കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. 13ഉം 9ഉം വയസ്സുള്ള 2 പെൺകുട്ടികളെ 52 ദിവസത്തിന്റെ ഇടവേളയിൽ വീട്ടിലെ ഒറ്റമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിലായിരുന്നു CBI അന്വേഷണം. അമ്മയും അച്ഛനും അറിഞ്ഞുകൊണ്ട് തന്നെ 2 മക്കളെയും പ്രതികൾക്ക് പീഡനത്തിന് ഇട്ടുകൊടുത്തെന്നാണ് CBIയുടെ കണ്ടെത്തൽ. മൂത്ത മകളുടെ മരണത്തിന് കാരണക്കാരൻ 1ാം പ്രതിയാണെന്ന് അറിഞ്ഞിട്ടും ഇളയ മകളെയും ക്രൂരതയ്ക്ക് ഇട്ടുകൊടുത്തു. കുട്ടികളുടെ അവധി ദിവസങ്ങളിൽ 1ാം പ്രതിയെ അമ്മ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. മദ്യം വിളമ്പി മൂത്ത കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ സൗകര്യമൊരുക്കി നൽകിയെന്നും CBI കുറ്റപത്രത്തിൽ പറയുന്നു. 2016 ഏപ്രിലിൽ മൂത്ത കുട്ടിയെ പ്രതി അമ്മയുടെ കൺമുന്നിൽ വെച്ചാണ് ബലാത്സംഗം ചെയ്യുന്നത്. 2 ആഴ്ച കഴിഞ്ഞ് അച്ഛനും ഈ ഹീനകൃത്യം കണ്ടുനിന്നു. 11കാരിയായ മൂത്ത കുട്ടി 2017 ജനുവരി 13നും 9 വയസ്സുകാരിയായ ഇളയ കുഞ്ഞിനെ അതേ വർഷം മാർച്ച് 4-നുമാണ് സ്വന്തം വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കാസർഗോഡ് കാഞ്ഞങ്ങാട് സിനിമാ ടിക്കറ്റ് ബുക്കിംഗിൽ വൻ തട്ടിപ്പ്. ഓൺലൈനിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് സിനിമാ തിയേറ്റർ കാലിയാക്കുകയും 1 ലക്ഷം രൂപ നഷ്ടം വരുത്തിയെന്നുമാണ് പരാതി. സംഭവത്തിൽ കാഞ്ഞങ്ങാട് VGM തിയേറ്റർ ഉടമ PK ഹരീഷിനെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു. രേഖാചിത്രം എന്ന സിനിമയുടെ 2 ഷോ മുടങ്ങിയതിനെ തുടർന്നാണ് കാഞ്ഞങ്ങാട് ദീപ്തി തിയേറ്റർ ഉടമ രാജ്കുമാർ പരാതി നൽകിയത്. സീറ്റ് ബുക്ക് ചെയ്ത ശേഷം 9 മിനിറ്റിനുള്ളിലെ പണമടയ്ക്കേണ്ടതുള്ളൂ. 9ാം മിനിറ്റിന് തൊട്ടു മുൻപ് ബുക്ക് ചെയ്ത മുഴുവൻ റദ്ദാക്കും. ഉടൻ വീണ്ടും ബുക്ക് ചെയ്യും. ഇങ്ങനെ ഓരോ 9 മിനിറ്റിലും സീറ്റുകൾ ബുക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നവർ ബുക്ക് മൈ ഷോ ആപ്ലിക്കേഷൻ തുറന്നാൽ എല്ലാ സീറ്റുകളും ബുക്ക് ചെയ്തതായി കാണും. തിയേറ്ററിലെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് വിതരണം ചെയ്യാൻ നോക്കുമ്പോൾ 1 സീറ്റ് പോലും ബാക്കിയില്ലാതെ എല്ലാം ബുക്ക് ചെയ്തിരിക്കും. സിനിമ തുടങ്ങിയപ്പോൾ ഒരാൾ പോലും എത്തിയില്ല. ബുക്ക് മൈ ഷോ ആപ്പിൽ നോക്കിയപ്പോൾ മുഴുവൻ ടിക്കറ്റുകളും റദ്ദാക്കിയതായി കാണുകയും ചെയ്തു. മോർണിംഗ് ഷോയും മാറ്റിനിയുമാണ് മുടങ്ങിയത്. ആപ്ലിക്കേഷനിൽ സാങ്കേതിക തകരാർ സംഭവിച്ചതായിരിക്കുമെന്നാണ് ആദ്യം കരുതിയത്. പിന്നീട് സംശയം ബലപ്പെട്ടതിനെ തുടർന്നാണ് രാജ്കുമാർ പോലീസിൽ പരാതി നൽകിയത്. മാർച്ച് 12-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കാരണം രേഖാചിത്രം എന്ന സിനിമ ഇവിടെ പ്രദർശിപ്പിക്കുമ്പോൾ രാവിലെ 8 മണി മുതൽ ബുക്കിംഗ് സൈറ്റ് ഫുള്ളായി കിടക്കുന്നതായി കണ്ടു. പിന്നീട് അത് ബ്ലോക്ക് ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലായി. മനഃപൂർവ്വം സീറ്റുകളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടിട്ട് ബുക്കിംഗ് ചെയ്യാതെ അത് ഉച്ചയ്ക്ക് ഒരു 1:30 വരെ ഈ പ്രവണത തുടർന്നു. ഞങ്ങൾ ബുക്ക് മൈ ഷോ ആപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ ഇത് മനഃപൂർവ്വം ആരാ ചെയ്യുന്നതെന്ന് മനസ്സിലായി. ബുക്ക് മൈ ഷോയുടെ ഡാറ്റയും കേരള വിഷൻ്റെ IP ഒക്കെ എടുത്ത് അവസാനം ആളെ കണ്ടെത്തി. നിർഭാഗ്യവശാൽ അത് നമ്മുടെ സമീപത്തെ തിയേറ്ററിൻ്റെ ഉടമയുടെ മകനാണ്. പ്രകാരം ഒരേ ഇൻഡസ്ട്രിയിലെ ആളാണ് ഈ തെറ്റ് ചെയ്തിരിക്കുന്നത്. പോലീസ് IT ആക്ട് 2000 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ട്. സൈബർ പോലീസിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് പുറത്തായത്. ആപ്ലിക്കേഷനിലെ പണമടക്കുന്ന രീതിയിലെ ന്യൂനത മനസ്സിലാക്കിയാണ് തട്ടിപ്പ്. സംസ്ഥാനത്ത് സമാന രീതിയിൽ ഓൺലൈൻ സീറ്റ് ബുക്കിംഗ് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്നാണ് സംശയം. ന്യൂസ് 18 കാസർഗോഡ്. നമ്മളെയൊക്കെ കഴിഞ്ഞ ദിവസം ഏറെ വിഷമിപ്പിച്ചൊരു വാർത്തയായിരുന്നു. ഒരു അമ്മ 2 പെൺമക്കളെയും കൊണ്ട് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവം. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരുപാട് വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തു. ഷൈനിയുടെ ഒരു ശബ്ദ സന്ദേശം ഇപ്പോൾ പുറത്തു വരികയാണ്. മരിക്കുന്നതിന് മുൻപ് ഷൈനി സുഹൃത്തിനയച്ച സന്ദേശമാണ്. അതിൽ കടുത്ത മാനസിക സമ്മർദ്ദമാണ് അനുഭവിച്ചിരുന്നത് എന്ന് വ്യക്തമാക്കുന്നു. ജോലി ലഭിക്കാത്തത്, ഡിവോഴ്സ് അനുവദിക്കാത്തത്, ഇതൊക്കെ വലിയ രീതിയിൽ ഷൈനിയെ അസ്വസ്ഥയാക്കിയിരിക്കുന്നു എന്നാണ് ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. ഊട്ടിയിലാണ് എടി, ഞാനത് കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എടി, നമ്മുടെ ഏഷ്യക്കാട്ടിൽ ഇപ്പം വേക്കൻസി വല്ലതും അറിയാവോ? നീ ഇവിടെ ഇപ്പോൾ ആരെങ്കിലും അറിയുന്നവരുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കാവോ? എടി, ഞാൻ ഓർക്കുമായിരുന്നു ഇപ്പം കുറച്ച് നാൾ 1 വർഷത്തേക്കുള്ള അവിടെ ഒന്ന് കയറിപ്പോയി നോക്കിയാൽ വെച്ചാൽ ഈ അമേരിക്കയുടെ NRSRന് എഴുതി കഴിഞ്ഞാലും അതിപ്പോൾ 1 വർഷത്തോളം എടുക്കും അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിയണമെങ്കിലേ. എന്നാൽ ആ സമയം കൊണ്ട് നാട്ടിലെങ്ങും ഒന്നും കിട്ടുന്നില്ല. ഞാൻ ഒത്തിരി തപ്പി. എന്നാൽ എനിക്ക് എന്നാൽ പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റലിൽ നിർത്തിയിട്ട്
ഏഷ്യക്കാരുടെ വല്ലതും ഒരു വർഷം വെച്ച് ജോലി ചെയ്യുവാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യാമായിരുന്നല്ലോ, ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ഏഷ്യൻ ഹാർട്ടിലെ ആ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പേ. കുറേ ആയിരുന്നു. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ മെസ്സേജസ് ഒക്കെ ഇടുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വല്ലതും വന്നിട്ടുണ്ടോ? പിന്നെ വേറെ എന്നാ വിശേഷം? അതിപ്പം കഴിഞ്ഞ ഫെബ്രുവരി ഇല്ല 17 ഡേറ്റ് ഉണ്ടായിരുന്നു, അതിനും പുള്ളി വന്നില്ല. പുള്ളി ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്, ആരും വന്നില്ല. ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല. ഇപ്പം 3-4 പ്രാവശ്യമായി. എന്നാ റീസൺ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഇത്ര നാളായിട്ടും വക്കീൽ ഇനിയിപ്പോൾ അടുത്ത ഏപ്രിൽ 17 അടുത്ത ഡേറ്റ് ഇട്ടിരുന്നു, ഏപ്രിൽ 9 അടുത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് തരാനുള്ള പൈസ അയക്കുക കാണും. അത് എന്താ ചെയ്താന്നറിയത്തില്ല. ഏതായാലും നീണ്ടു പോകുന്ന പരിപാടിയാണ്. അതിപ്പോൾ ഒരു തീരുമാനവും ആവുന്നില്ല. അതിപ്പോൾ ഇത്ര നാളായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഷൈനി സുഹൃത്തിനയച്ച സന്ദേശമാണിത്. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, നാട്ടിൽ ഒരു ജോലിയും കിട്ടാതെ പല തരത്തിൽ അന്വേഷിച്ചു, ജോലി കിട്ടുന്നില്ല. വിവാഹമോചനത്തിന് 4 തവണ നോട്ടീസ് അയച്ചിട്ടും കൈപ്പറ്റുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോകാൻ ഒരു വഴിയും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കടുങ്കയിലേക്ക് ഷൈനി പോയത് എന്നത് ഈ ശബ്ദത്തിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ? തീർച്ചയായും ഷൈനി ജീവിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമവും നടത്തുന്നു, പക്ഷെ അത് പരാജയപ്പെടുന്നു. പക്ഷേ ആ സമയത്ത് കുട്ടികളെയും കൂട്ടി ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് ഈ ശബ്ദ സന്ദേശത്തിൽ നിന്ന് മാത്രം എടുത്താൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുക. ഈ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മറ്റേതെങ്കിലും കൂടുതൽ ഭർത്താവിനെതിരെയുള്ള വെളിപ്പെടുത്തലുകളോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായുള്ള വിവരം ഇപ്പോഴില്ല. ഇതിൽ പറയുന്നത് ഒരുപക്ഷെ ഭർത്താവിനെതിരെ പറയുന്നതിനപ്പുറത്തേക്ക് ഷൈനി അനുഭവിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയുള്ള ശ്രമം പരാജയപ്പെടുന്നതിന്റെ സൂചനകളാണുള്ളത്. പ്രത്യേകിച്ച് 9 മാസം മുൻപാണ് തൊടുപുഴയിലെ ചുങ്കത്തെ ഭർതൃഗൃഹത്തിൽ നിന്ന് ഏറ്റുമാനൂരിലെ വീട്ടിലേക്ക് ഷൈനി മക്കളുമായി എത്തുന്നത്. അവിടെ പഠിപ്പിക്കാൻ നിർത്തുന്നു. പക്ഷെ ഷൈനിക്ക് സ്വന്തമായൊരു ജോലി ഉണ്ടാകുക എന്നുള്ളത് തുടർ ജീവിതത്തിൽ ആവശ്യമായിരുന്നു. കഴിഞ്ഞ 9 മാസവും പല ശ്രമങ്ങൾ നടത്തുന്നു. പലപ്പോഴും ഇല്ലാത്തത്, മുൻ പരിചയമില്ലാത്തത് കാരണം ജോലി നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് പോലുള്ള സൂചനകൾ വരുന്നുണ്ട്. വിദേശത്തേക്ക് പോകാൻ ഉള്ള ശ്രമങ്ങൾ, അതിനും പല തടസ്സങ്ങളും ഉണ്ടാകുന്നു. ഇതെല്ലാമാണ് ഷൈനി ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായും മാനസികമായി എത്രത്തോളം സംഘർഷം അനുഭവിച്ചിരുന്നു എന്ന ചോദ്യം എന്നതിന് ഉത്തരമാണ് കൂടിയാണ് ഈ ഒരു ശബ്ദ സന്ദേശം എന്ന് തന്നെ പറയേണ്ടി വരും. ഭർത്താവ് ഒരു തരത്തിലും ഡിവോഴ്സിന് എന്ന് വെച്ചാൽ ഈ ഡിവോഴ്സായി കഴിയാനുള്ള സാഹചര്യം പോലും ഒരുക്കുന്നില്ല എന്നതും വ്യക്തമാണ്. എന്തായാലും ഇന്നലെയാണ് ഭർത്താവ് നിബുവിനെ ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. 9 മാസമായി മാറി താമസിക്കുമ്പോഴും പിന്നെയും ഈ ഒരു മാനസിക സമ്മർദ്ദം നിന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം എന്ന നിലയിലേക്ക് ആ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഷൈനി മാനസികമായി പരിപൂർണമായും തകർന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ദേഹോപദ്രവവും മറ്റും ഉണ്ടായിട്ടുണ്ട് മുൻപ്. അതിനെ തുടർന്നാണ് ഷൈനി വീട് വിട്ട് പോരുന്നത് എന്നുള്ളതാണ് ബന്ധുക്കൾ ഒക്കെ അറിയിക്കുന്നത്. എന്തായാലും അതിദാരുണമായ സംഭവം, പ്രത്യേകിച്ച് 10-11 വയസ്സുള്ള 2 പെൺകുട്ടികളുമായി എത്തിയാണ് ഷൈനി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ് ഒരുപക്ഷെ സമൂഹ മനസാക്ഷിയെ ആകെ വേദനിപ്പിച്ച ഒരു സംഭവമാക്കി ഇത് വരാനും കാരണം. ശ്രീജ, ആ ശബ്ദ സന്ദേശത്തിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ഒരു വഴിയും മുന്നിലില്ലാത്ത സാഹചര്യത്തിലാണ് ഷൈനി ഉണ്ടായിരുന്നത്. നാട്ടിൽ ജോലിയൊന്നും നോക്കിയിട്ട് കിട്ടുന്നില്ല. ആ തരത്തിൽ ഒരു മനസ്സുമടുത്ത അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോയത് എന്ന് ഈ ശബ്ദ സന്ദേശത്തിൽ നിന്ന് വ്യക്തമാണ്. ഷൈനി സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം. ഊട്ടിയിലാണോ? എടീ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എടീ, നമ്മുടെ ഏഷ്യൻ ഹാർട്ടിൽ ഇപ്പം വേക്കൻസി വല്ലതും അറിയാവോ? നീ ഇവിടെ ഇപ്പോൾ ആരെങ്കിലും അറിയുന്നവരുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കാവോ? ഞാൻ ഓർക്കുമായിരുന്നു, ഇപ്പം കുറച്ച് നാളൊരു വർഷത്തേക്കുള്ള അവിടെ ഒന്ന് കയറിപ്പോയി നോക്കിയാന്ന് വെച്ചാൽ ഈ അമേരിക്കയുടെ NLSRന് എഴുതി കഴിഞ്ഞാലും അതിപ്പോൾ 1 വർഷത്തോളം എടുക്കും അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിയണമെങ്കിലേ. എന്നാൽ ആ സമയം കൊണ്ട് നാട്ടിലെങ്ങും ഒന്നും കിട്ടുന്നില്ല. ഞാൻ ഒത്തിരി തപ്പി. എന്നാൽ എനിക്ക് എന്നാൽ പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റലിൽ നിർത്തിയിട്ട് ഏഷ്യക്കാരുടെ വല്ല 1 വർഷം വെച്ച് ജോലി ചെയ്യുവാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യാമായിരുന്നല്ലോ, ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ഏഷ്യൻ ഹാർട്ടിലെ ആ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പേ. കുറേ ആയിരുന്നു. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ മെസ്സേജസ് ഒക്കെ ഇടുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വല്ലതും വന്നിട്ടുണ്ടോ?
പിന്നെ വേറെ എന്നാ വിശേഷം? അതിപ്പം കഴിഞ്ഞ ഫെബ്രുവരി ഇല്ല 17 ഡേറ്റ് ഉണ്ടായിരുന്നു. അതിനും പുള്ളി വന്നില്ല. പുള്ളി ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്, ആരും വന്നില്ല. ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല. ഇപ്പം 3-4 പ്രാവശ്യമായി. എന്നാ റീസൺ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ എത്ര നാളായിട്ടും വക്കീൽ ഇനിയിപ്പോൾ അടുത്ത ഏപ്രിൽ 17 അടുത്ത ഡേറ്റ് ഇരുന്ന് ഏപ്രിൽ 9 അടുത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് വിതരണമുള്ള പൈസ അയക്കി വെക്കാമോ? അത് എന്താ ചെയ്താന്നറിയത്തില്ല. ഏതായാലും ഇത് നീണ്ടു പോകുന്ന പരിപാടിയാണ്. അതിപ്പോൾ ഒരു തീരുമാനവും ആവുന്നില്ല. അതിപ്പോൾ ഇത്ര നാളായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഷൈനി സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശമാണ് കേട്ടത്.